ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ത്തോളം സമയം ഹല്ലേലൂയ പ്രാർത്ഥിപ്പാനും പാട്ടുപാടി ദൈവത്തെ സ്തുതിപ്പാനും ദൈവം ഇടയാക്കിയല്ലോ. അല്പസമയത്തെ വചന സൂക്ഷയ്ക്കായി നമുക്കൊരു വേദവാക്യം വായിക്കാം. 1 തീമോഥെയോസ് 1:12-13 വാക്യങ്ങൾ. 1 തീമോഥെയോസ് 1:12-13 വാക്യങ്ങൾ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തന്റെ സാക്ഷ്യം ഹല്ലേലൂയ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, സുവിശേഷത്തിന് തന്നെ അപ്പോസ്തലനും ഉപദേഷ്ടാവും പ്രസംഗിയുമായി കർത്താവ് തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഈ പദവിക്ക് താൻ യാതൊരു യോഗ്യത ഉള്ളവനല്ലായിരുന്നു. കാരണം ദൈവം മുൻപാകെ ദൂഷകനും സഭയെ ഉപദ്രവിക്കുന്നതിനും അതിനുവേണ്ടി നിഷ്ഠൂരമായ മൃഗീയമായ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു. തിരുവനന്തപുരം നമുക്ക് കാണുവാൻ തക്കവിടെയായി ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം തന്റെ കരുണയാൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം തന്നെ തിരഞ്ഞെടുത്തു. അത് ഓർക്കുക, നന്ദിയോടെ ഓർക്കുക, വിനയത്തോടെ ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. അർഹതയില്ലാഞ്ഞ സ്ഥാനത്ത് ദൈവം വിളിച്ചു, വേർതിരിച്ചു, ഉന്നത പദവി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഈ സാക്ഷ്യം നമുക്കും പറയുവാനുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിന്റെ ദർശനത്തിൽ പറഞ്ഞാൽ 1 പത്രോസ് 2:1, 1:18, 2:9 ഈ വാക്യങ്ങളെ ചുരുക്കമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും ഹല്ലേലൂയ അസത്യവും നിറഞ്ഞവരായിരുന്ന നമ്മെ നമ്മുടെ വ്യർത്ഥവും പൃഥുപാരമ്യമുള്ള നടപ്പിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുത്തു. കാലാകാലങ്ങളായി. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. നിത്യപ്രകാശമായ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയാക്കി തീർത്തു. രാജീയ പുരോഹിത വർഗമാക്കി തീർത്തു. വിശുദ്ധ വംശമാക്കി തീർത്തു. ദൈവത്തിന്റെ സ്വന്തം ജനം അഥവാ ദൈവ മക്കളാക്കി തീർത്തു. ഏതു സമയത്തും കൃപാസനത്തോട് കടന്നു ചെല്ലുവാനും ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങൾ അറിയിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവത്തിന് സ്തോത്രം ദൈവം നമുക്ക് അവകാശവും അധികാരവും തന്നു. ദൈവത്തിന് സ്തോത്രം ഓർക്കുമ്പോൾ നാം എത്രമാത്രം നന്ദിയോടെ ഹല്ലേലൂയ ദിവസത്തിലായിരിക്കണമെന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും ദർശനവും വിശ്വസ്തയോടെ നിർവഹിച്ച നിമിത്തം ഹല്ലേലൂയ അപ്പോസ്തലന്റെ ജീവിതത്തിൽ അനവധിയായ കഷ്ടങ്ങളും നഷ്ടങ്ങളും അപമാനങ്ങളും പീഡകളും സഹിക്കേണ്ടി വന്നു. എങ്കിലും താൻ ലജ്ജിക്കുന്നില്ല എന്ന് അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാലത്തും യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരിൽ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം ലജ്ജിക്കാതെ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. 2 തീമോഥെയോസ് 1:11-12 വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവത്തെ പിൻപറ്റുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അതിയെ കടന്നു വരുമ്പോൾ നാം ലജ്ജിക്കാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്ന അപ്പോസ്തലൻ സഹിച്ച കഷ്ടത നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നിരവധി പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു, കഷ്ടത സഹിക്കേണ്ടി വന്നു, ആപത്തുകൾ, അനർത്ഥങ്ങൾ, പട്ടിണി ഇവയൊക്കെയും അനുഭവിക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായി ദൈവത്തെ സേവിച്ചത് നിമിത്തം അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ലജ്ജിക്കാത്ത കാരണം ദൈവത്തിന് സ്തോത്രം ഈ സുവിശേഷം ഏൽപ്പിച്ചത് അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടവുമായി നിയമിച്ചത് ആരാണെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തന്റെ ആ ദൈവത്തിന് വേണ്ടിയാണ് താൻ കഷ്ടതയും പീഡനവും സഹിക്കുന്നത്. ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദൈവം അറിഞ്ഞാണ് ഇതൊക്കെയും സംഭവിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ലജ്ജിക്കാത്തത്. മാത്രമല്ല ഈ സുവിശേഷം ഏൽപ്പിച്ച ദൈവം ഹല്ലേലൂയ അവൻ എന്നെ ഏൽപ്പിച്ച അവൻ എൻ്റെ ഉപനിധി അഥവാ
നിത്യജീവന് വേണ്ടി നിത്യജീവനിൽ പകർന്നിട്ടുണ്ട്. ഈ ലോകം കൊണ്ട് തീരുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. അതെ, നിത്യതയിൽ എത്തിക്കുന്നവനാ ദൈവത്തിന് സ്തോത്രം. ആ യാത്രയിൽ വരുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേണ്ട ശക്തി തന്ന ലക്ഷ്യത്തിൽ എത്തിപ്പാൻ ശക്തനായവനാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്നുള്ള പരമബോധ്യം അലിയ പൗലോസിനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അലിയ റോമലൻ 4:17 അപ്പോസ്തലനായ പൗലോസ് അലിയ ദൈവത്തിന് സ്തോത്രം അബ്രഹാമിനെ കുറിച്ച് ഇപ്രകാരമാ പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ ഗലീലപട്ടണം അബ്രഹാം ഗലീലപട്ടണമായ ഊരിൽ നിന്ന് ഇറങ്ങിത്തിരിപ്പാൻ കാരണം ദൈവത്തിന് സ്തോത്രം. രാജ്യം ഏതെന്നോ ദേശം ഏതെന്നോ പോകുന്ന വഴി ഏതെന്നോ ദൈവത്തിന് സ്തോത്രം ഒന്നും അറിയാതെ ദൈവവിളി കേട്ട് ഇറങ്ങുവാൻ കാരണം അതേ സമ്പന്നദേശമായ ഗലീലപട്ടണത്തിന് ഇറങ്ങിത്തിരിച്ച ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് മാതാപിതാക്കളെ വിട്ട് ദേശം വിട്ട് ചാർച്ചക്കാരെ വിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ കാരണം അബ്രഹാമിന്റെ ദർശനം. ദൈവത്തിന് സ്തോത്രം. തന്നെ വിളിച്ച ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വേർതിക്കുന്ന ദൈവമാണെന്ന പൂർണ്ണമായ അറിവാണ് അബ്രഹാം ഗലീലപട്ടണമായ ഊരിൽ നിന്ന് ഇറങ്ങുവാൻ കാരണം. അതുകൊണ്ട് തനിക്ക് ലഭിച്ച വാഗ്ദത്തത്തിന് ലഭിപ്പാൻ വളരെ വർഷം 10-25 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നിട്ടും അവിടെ പൗലോസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിപ്പാനും ദൈവത്തെ ഉറച്ചു നിൽപ്പാനും ഇടയായി നിമിത്തം വാഗ്ദത്തം പ്രാപിപ്പാൻ തക്ക ഇടയായി തീർന്നു. ദൈവം നമുക്ക് ചെയ്ത വാഗ്ദത്തങ്ങൾക്ക് അല്പം താമസം സംഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. അത് നാം ലജ്ജിക്കരുത്, ഭാരപ്പെടരുത്, നിരാശപ്പെടരുത് എന്ന് വായിച്ച സങ്കീർത്തനം അതാണ്. ദിവസം പിറുപിറുക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം വിശ്വസ്തയോടെ നിലനിന്നാൽ വാസ്തവം നിവർത്തിപ്പാൻ ദൈവം ശക്തനാ. ദൈവത്തിന് സ്തോത്രം. ആ ശക്തിയേറിയ കരത്തിൽ നാം ആയിരിക്കണം. നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു, നമ്മളെ വിളിച്ചു വേർതിച്ച് ദൈവമാര് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാ. കഴിഞ്ഞ കാലം നമ്മുടെ അനുഭവമല്ലേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും അവൻ നടത്തുവാൻ ശക്തനാണ്. അത് നാം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകള് നാം വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്ക വേണ്ടിയായിത്തീരണം. 1 തെസ്സലോനിക്കർ 2:4 അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 2:4 അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവം എന്നോ പൂർണ്ണവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ 1 തെസ്സലോനിക്കർ 2:4 1 തെസ്സലോനിക്കർ 2:4 അല്ല, അത് 2 തെസ്സലോനിയ വായിച്ചത്. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഞാൻ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മളെ വിശ്വസ്തനെ എണ്ണി അറിവ് ഏൽപ്പിച്ചത് നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാകരുത്. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തെ പ്രസാദിക്കുന്നവരായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നാം ജീവിച്ചാൽ ദൈവത്തിന് സ്തോത്രം നാം ലജ്ജിക്കേണ്ടി വരത്തില്ല എന്ന അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. കാരണം ദൈവം നമ്മെ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. 139 സങ്കീർത്തനത്തിന്റെ 1-4 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് പ്രകാരം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 139 സങ്കീർത്തനത്തിന്റെ 1-4 വാക്യങ്ങൾ. 139 ആണോ? അതെ, 139. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തിൽ നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവുമേലില്ല. ദാവീദിന്റെ അനുഭവം പറയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം മനസ്സുകൊണ്ട് നാം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സകല പ്രവൃത്തികളെയും അറിയുന്ന ഒരു നമ്മുടെ ദൈവം. അത് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എബ്രായലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് 4:3 പറയുന്നുണ്ട്. അവന്റെ സന്നയിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവത്തിന് സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവനുമായിട്ട് അത്രയും നമുക്ക് കാര്യമുള്ളത്.
ദൈവത്തിന് സ്തോത്രം. ദൈവമായിട്ട് നമുക്ക് കാര്യമുള്ള ആ ദൈവം ആരാണെന്ന് നാം പൂർണ്ണമായി അറിയണം. നാം ചെയ്യുന്ന പ്രവൃത്തികള്, നമ്മുടെ നോട്ടം, അല്ലെങ്കിൽ നമ്മുടെ അറിവും, നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ പോലും അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധി നാം ആയിരിക്കുന്നത്. ആകിയാൽ നാം ഭയത്തോടെ ദൈവത്തിലായിരിക്കണം എന്ന് അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുക. മാത്രമല്ല ആ ദൈവത്തിന് സ്തോത്രം. നമ്മെ മാനിപ്പാൻ ശക്തനായ ദൈവമാണ് ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയർ 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശക്തി കൊണ്ട് നമുക്കൊന്നും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ബലമോ നമ്മുടെ ശക്തിയോ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ആത്മീയ ജീവിതത്തിലാട്ടെ നമ്മുടെ ഭൗതിക ജീവിതത്തിലാട്ടെ നമുക്ക് നിലനിൽപ്പാൻ സാധ്യമാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം തരുന്ന ശക്തിയും ബലം കൊണ്ട് മാത്രമേ നമുക്ക് നിലനിൽപ്പാൻ സാധ്യമാകത്തുള്ളൂ. അപ്പോസ്തലൻ പൗലോസിനും ദൈവം കൊടുത്ത ആ ബലം കൊണ്ടാണ് പൗലോസിന്റെ ശുശ്രൂഷയില് ദൈവത്തിന് സ്തോത്രം. രോഗം അനുഭവിക്കേണ്ടി വന്നു, പട്ടിണി കിടക്കേണ്ടി വന്നു, പീഡനം സഹിക്കേണ്ടി വന്നു. എങ്കിലും ദൈവം അതിന് അപ്പുറമായ ബലഹീനതയിൽ തെളിഞ്ഞു വരുന്ന ശക്തി പൗലോസിന് നൽകിയത് കൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശ്രേഷ്ഠ അപ്പോസ്തലനായി തീരുവാൻ തക്കവടിയായി തീർന്നു. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ദൈവം പൗലോസിന് നൽകി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിൽ 14 ലേഖനങ്ങൾ എഴുതുവാൻ തക്കവടിയായി തീർന്നു. അനേക ജാതികളെയും യഹൂദന്മാരെയും രാജാക്കന്മാരെയും ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവടിയായി തീർന്നു. അനേക സഭകൾ സ്ഥാപിപ്പാൻ തക്കവടിയായി തീർന്നു. പൗലോസ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം. ലജ്ജിക്കാതെ നിലനിന്നുകൊണ്ട് പൗലോസിനെ ദൈവം മാനിപ്പാൻ തക്കവടിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നാമും ലജ്ജിക്കാതെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിലനിൽപ്പാൻ തയ്യാറായാൽ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ അല്ല ദൈവത്തിന് സ്തോത്രം ബലമായി ലജ്ജിപ്പാൻ ബലഹീനമായ ദൈവം തെരഞ്ഞെടുത്തത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബലഹീനരായ നമ്മെ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന് സ്തോത്രം. വിദ്യാഭ്യാസമുള്ളവരെയല്ല, വിദ്യാവിഹീനന്മാരെ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന് സ്തോത്രം. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരും സമർത്ഥന്മാരും ഉണ്ടായിരുന്ന ചുറ്റുപാടുകളിൽ നിന്ന് കാലഘട്ടങ്ങൾ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ഈ സമ്പന്ന ദേശത്ത് കൊണ്ടൊന്നും ഇവിടെയും ദൈവത്തിന് സ്തോത്രം. നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരുടെ മധ്യേ ദൈവം നമ്മെ മാനിച്ചു. ദൈവത്തിന് നമ്മുടെ തലമുറകളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:19 അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ അത് നമ്മുടെ മഹത്വത്തിനല്ല, ദൈവത്തിന്റെ മഹത്വത്തിന് തക്കവണ്ണം പൂർത്തീകരിച്ചു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. അതിനായി മുഖാന്തരമായിരിക്കുന്നത് നമ്മുടെ കർത്താവാണെന്ന് ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ യേശു ക്രിസ്തുവിലൂടെ നമുക്കത് നൽകിത്തരുവാൻ തക്കവണ്ണം ഇടിയായി തീരും. എഫേസ്യർ 3:20 പറയുന്നുണ്ട്, എന്നാൽ നാം ചോദിക്കുന്നത് നിனைക്കുന്നത് അത്യന്തപരമായി ചെയ്തു തരുവാൻ നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതും നമുക്ക് തരുന്നത് നമ്മുടെ കഴിവല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാപ്തിയല്ല, നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവെ തന്നിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. നാം പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ ദൈവം പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാൻ തയ്യാറായാൽ ഏത് പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ തക്കവടിയായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചെങ്കടലിന്റെ തീരത്ത് നിന്ന് മോശയോട് പറഞ്ഞത്, ഞാൻ തന്ന വടി ഉയർത്താനാ. ദൈവത്തിന് സ്തോത്രം. വടി ഉയർത്തിയപ്പോൾ മുമ്പിൽ നിന്ന പ്രതിസന്ധി ചെങ്കടൽ മാറി, പെരുവഴി ഒഴുകി. ദൈവത്തിന് ഒരുക്കി ജനം അക്കരെ കടപ്പാൻ തക്കവടിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ മധ്യേ ഗിദെയോനോട് പറഞ്ഞത് കഴുതിയുടെ പച്ചത്താടിയെല്ലാം എടുക്കാനാ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ നോക്കുമ്പോൾ അത് പരിഹാസമാണ്. എന്നാൽ ദൈവം ഏൽപ്പിച്ചപ്പോൾ അതിനെ ദൈവത്തിന്റെ അഭിഷേകം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വൻ വിജയം കൊയ്യുവാൻ തക്കവണ്ണം ഗിദെയോന് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അപ്രാപ്തരാ, ബലഹീനരാ. ദൈവം നമ്മൾ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നാം ജ്വലിപ്പിക്കാൻ തയ്യാറായാൽ നമ്മുടെ ഏത് പ്രതിസന്ധികളിലും ഏത് രോഗത്തിലും ഏത് ദുഃഖത്തിലും വിജയം തരുവാൻ ദൈവശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 2:14 പ്രകാരം വായിക്കുന്നു. 2 കൊരിന്ത്യർ 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നമ്മളെ വഴി നടക്കണമെങ്കിൽ അത് യേശു ക്രിസ്തുവിലെ നമുക്ക് സാധ്യമാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതിനെ തന്റെ പരിജ്ഞാനത്തിന്റെ വാസന നമ്മൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ പൂർണ്ണമായി ദൈവത്തിന് ഏൽപ്പിക്കുമ്പോൾ, ദൈവം നമ്മെ ഏൽപ്പിച്ച സൂക്ഷണം വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മെ മാത്രമല്ല നമ്മളെ തലമുറകളെയും ജയോത്സവമായി വഴി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2:9 അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു. 2:9 നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ ദൈവം ഏൽപ്പിച്ച് സൂക്ഷണം വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ അതിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ലജ്ജിക്കാതെ നിലനിന്നാൽ ദൈവത്തിന് സ്തോത്രം. സകലത്തിലും ദൈവത്തിന് സ്തോത്രം. പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളും തിരിഞ്ഞവരായി കൃപകളും വരങ്ങളും നമ്മൾ ജ്വലിപ്പിപ്പാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ മാനിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മഹത്വത്തിന് തക്കണമല്ല, ദൈവത്തിന്റെ മഹത്വത്തിന് തക്കണമെന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന്റെ സ്തോത്രം. 8:34-35 വാക്കുകൾ അപ്പോസ്തലൻ പറയുന്നു. ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിളിച്ച ദൈവം. ഹല്ലേലൂയ. നമ്മെ വീണ്ടെടുത്ത കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അവൻ കാൽവറി ക്രൂശ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ മുഴി രക്തം ഊറ്റിക്കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത ദൈവമാ. മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവമാ. ഇന്നും ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ സ്നേഹിച്ചത് നിമിത്തം സ്വർഗം വിട്ട് സ്വർഗത്തിലെ സകല പദവികൾ കൊണ്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് 33.5 വർഷക്കാലം ഭൂമിയിൽ പാർത്ത് ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി കഷ്ടത സഹിച്ച കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അവന്റെ സ്നേഹം നമ്മോടുള്ള സ്നേഹം ആഴമുള്ളതാ. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നു. എന്നാൽ ആ കർത്താവ് നമ്മളുമായുള്ള സ്നേഹബന്ധത്തെ തകർക്കുവാൻ ശത്രുവായ പിശാച് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കൊണ്ടുവരും എന്ന അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നാം അധൈര്യപ്പെടരുത്, നാം ഭാരപ്പെടരുത്, നാം പിറുപിറുക്കരുത്. അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ തന്നെ 4:16-18 വാക്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നു. 4:16-18 ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രതികൂലങ്ങളും പട്ടിണികളും ഒക്കെയും കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതം സുഖകരമായ ജീവിതമല്ല. പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും നാം തരണം ചെയ്യേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുന്നത് രോഗം വന്നാലും കഷ്ടത വന്നാലും പ്രയാസങ്ങൾ വന്നാലും നമ്മളെ പുറമേയുള്ള മനുഷ്യന് ദൈവത്തിന് സ്തോത്രം ക്ഷീണം സംഭവിക്കാം.
എന്നാൽ അതിൽ നാം ആദരിപ്പെടാതെ നമ്മെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ ഓർത്ത് നമ്മുടെ അഹമയുള്ള മനുഷ്യന് ദൈനംദിനം പുതുക്കം ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് റോമർ 5:13-4 വാക്യങ്ങൾ പറഞ്ഞു, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുതയും പ്രത്യാശയെ ഉളവാക്കുന്നുവെന്ന് നാം അറിഞ്ഞാൽ സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. അറിഞ്ഞാൽ നമുക്ക് പ്രശംസിക്കാൻ തക്കമടിയായി തീരും. നമ്മുടെ കഷ്ടത ദൈവത്തിന് സ്തോത്രം. രോഗമാകാം, പീഡനമാകാം, എന്തുമാകട്ടെ ദൈവത്തിന് ശരീരത്തെ ക്ഷയിപ്പാനേ കഴിയത്തുള്ളൂ, നമ്മുടെ ആത്മാവിനെ ക്ഷയിപ്പാൻ കഴിയത്തില്ല. മരണം ശരീരത്തിനേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ തന്ന ദൈവ ഹരി നാം മരിക്കുമ്പോൾ ആത്മാവ് തന്ന ദൈവത്തിങ്കിലേക്ക് കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന് നമ്മുടെ ശരീരത്തിൽ, ലോകത്തിനോ ഏത് പ്രതികൂലത്തിനും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സാധ്യമാകത്തുള്ളൂ. അതിൽ നാം ഭാരപ്പെടാതെ ദൈവത്തിന് സ്തോത്രം നമ്മെ ദൈവസ്ഥലങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈനംദിനം നമുക്ക് വേണ്ട പുതിയ ബലവും പുതിയ ശക്തിയും തന്ന ദൈവം നമ്മെ വഴി നടത്തുവാൻ തക്കണം ശക്തനായ ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല അവിടെ പറയുന്നു, നെടുനേരത്തേക്ക് നമ്മുടെ കഷ്ടങ്ങളുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് സഹിച്ച കഷ്ടങ്ങൾ ഓർത്താൽ ദൈവത്തിന് സ്തോത്രം നമ്മുടെ കഷ്ടങ്ങൾ വെറും ലഘുവ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം സഹിക്കുന്ന കഷ്ടത്തിന് ദൈവം തരുന്ന പ്രതിഫലം, കർത്താവിൽ നിന്ന് പ്രതിഫലം പഴുത, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവില്ലാത്ത അത്യന്തം അനവധിയായ നിത്യ തേജസ്സിന്റെ നിസ്തുല്യമായ സ്വർഗീയ പ്രതിഫലമാണ് ദൈവം തരുന്നത്. അത് നാം മറന്നുപോകും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ. ഈ കാണുന്ന താൽക്കാലികമായി ഇതിനെ നോക്കിപ്പാർക്കുന്നവരല്ല നാം. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാണാത്തത് നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് നാം കാണുന്നത് കർത്താവ് നമുക്ക് നൽകി തന്ന വാഗ്ദത്തം, പ്രത്യാശ, അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. പ്രൈസ് ഹല്ലേലൂയ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആകിയാൽ ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ താൽക്കാലികമായി നോക്കാതെ നിത്യതയ്ക്ക് വേണ്ടി നോക്കുവാൻ, ഒരുങ്ങുവാൻ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്റെ അനുഭവം കൂടെ പറയുക. 2 തിമോഥെയോസ് 4:7-8 വാക്യങ്ങളിൽ, ഞാൻ നല്ല പോർവൊരു ഓട്ടം വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഇവിടെ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. പൈസോർത്താൻ ഉപദ്രവിയായിരുന്നു, ദൂഷകനായിരുന്നു, നിഷ്ഠൂരനായിരുന്നു, എങ്കിലും കർത്താവ് വിശ്വസനായി കണ്ടു. ദൈവത്തിന് തന്നെ ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നൽകിയ ശുശ്രൂഷ ദർശനത്തിനൊത്തോണം പൂർത്തീകരിപ്പാൻ വളരെ കഷ്ടങ്ങൾ കഷ്ടതയിലൂടെ പോരാടേണ്ടി വന്നു. നല്ല പോർപൊരുതി ഓട്ടം തികച്ചു. അതെ, വിശ്വാസം കാത്തു. ദൈവത്തിന് സ്തോത്രം. തന്റെ ജീവനെ വലുതായി എണ്ണിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. തനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തെ പ്രതിഫലം മരിക്കുന്നതിന് മുമ്പേ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. നീതിയുടെ കിരീടം തനിക്ക് നൽകുമെന്നും അത് കർത്താവായ യേശു ക്രിസ്തു തന്റെ മേഘപ്രത്യക്ഷതയിൽ തനിക്ക് കൊടുക്കുമെന്നും അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ വെളിപ്പാട് ലഭിച്ചു സന്തോഷത്തോടുകൂടെ മരിപ്പാൻ തക്കവണയായിരുന്നു. ഇവിടെ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് പൗലോസിന് മാത്രമുള്ളതല്ല, കർത്താവിന്റെ മേഘപ്രത്യക്ഷയിൽ ദൈവത്തിന് സ്തോത്രം പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും വേണ്ടി ഉള്ളതാണ്. നമുക്കും വേണ്ടിയുള്ളതാണ്. ദൈവത്തിന് സ്തോത്രമാകിയ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചുളുക്കം, മാലിന്യം എന്നില്ലാത്തവരായി വിശുദ്ധരും നിഷ്കളങ്കരുമായി കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന പ്രതിഫലത്തിന് വേണ്ടി ഓടാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, രോഗങ്ങൾ വരും, ദുഃഖങ്ങൾ വരും. നാം നിരാശരാകണ്ട, ഭാരപ്പെടേണ്ട. ദൈവത്തിന് നമ്മളെ വിളിച്ചോ വിശ്വസ്തൻ, അവൻ ലക്ഷ്യത്തെ എത്തിപ്പാൻ അറിയ ശക്തനാണ്. വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനായി ദൈവം നാം വിളിച്ചതെങ്കിൽ ദൈവത്തിന് സ്വതമേ നിലനിർത്തും. അതേ, നമുക്ക് വിശ്വാസത്തോടെ നിലനിൽക്കാം, പ്രത്യാശയോടെ നിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.